വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കോവയ്ക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി മീൻപീരയുടെ ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കിയാലോ. ശരിക്കും മീൻപീരയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്കിന്ന് കോവയ്ക്ക കൊണ്ട് നല്ലൊരു അടിപൊളി എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണേ. അപ്പോൾ നാലായിട്ട് ഞാൻ ഇതുപോലെ കോവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല എളുപ്പവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പം കോവയ്ക്കയൊക്കെ നമ്മൾ എപ്പോഴും തോരനും മെഴുക്കുവരട്ടിയൊക്കെ അല്ലേ വെക്കുന്നത്. അപ്പോൾ കോവയ്ക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് കറി വെക്കാവേ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാർക്ക് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കോവയ്ക്കയൊക്കെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞെടുത്ത കോവയ്ക്ക നമുക്കിതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുരിങ്ങയ്ക്കായും പുളിക്കനുസരിച്ച് ഒരു ചെറിയ മാങ്ങായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാങ്ങയുടെ പുളി എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പം മാങ്ങായും മുരിങ്ങയ്ക്കായും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. അധികം മുളക് പൊടിയില്ല, കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് പതുക്കെ അതൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ അടുപ്പയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പയിൽ വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. തിളച്ച് വരുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുപ്പയിൽ വെച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ പാവയ്ക്കയല്ല കോവയ്ക്കയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുവേ. വീണ്ടും അടച്ച് വെച്ച് നമ്മൾ കോവയ്ക്ക വേകുന്ന സമയം നമുക്ക് തേങ്ങ അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണേ. തേങ്ങയും ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തു കേട്ടോ. ഒതുക്കിയെടുത്തിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ കോവയ്ക്കയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് വന്ന കോവയ്ക്കകത്തേക്ക് ഞാൻ നമ്മുടെ നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ച് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കോവയ്ക്കായും മുരിങ്ങയ്ക്കായും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് ശരിക്കും ഒരു മീൻപീരയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതെല്ലാം ഒന്ന് ഇളക്കി മൂടി പൊത്തി വെച്ച് ആ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കും കേട്ടോ. പിന്നെ അധിക നേരം ഇട്ട് നമ്മൾ ഇളക്കി അങ്ങനെ ആക്കത്തൊന്നുമില്ലേ. അതെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് തേങ്ങാപ്പീരയൊക്കെ ഒന്ന് മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ വെന്ത് വന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി. പിന്നെ ലാസ്റ്റ് അവസാനം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക മീനില്ലാത്ത കോവയ്ക്ക പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചവെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു കോവയ്ക്ക പീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ടൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി നമുക്ക് നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.